ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, പ്രധാനമായും കേരളത്തിലെ ഈ കനത്ത തോൽവി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയല്ലേ ഉണ്ടാവുക ഈ യോഗത്തിലും? എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിധ 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇനി നടക്കാനിരിക്കുന്ന ഏറ്റവും അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒരു അജണ്ട എന്നുള്ളത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് അവലോകനം തന്നെയാണ്. കേരളത്തിൽ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും നടന്ന നേതൃയോഗങ്ങളിൽ കടുത്ത വിമർശനങ്ങൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ വിശദമായ ചർച്ചകൾ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടാകും. കേരളത്തിനോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, ബംഗാൾ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ പ്രകടനം സംബന്ധിച്ചുള്ള ചർച്ചകളും ഈ യോഗത്തിൽ ഉണ്ടാകും. എന്തായാലും ഉച്ചവരെയുള്ള ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. ഉച്ചവരെ ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് അവതരണമാണ് ഈ യോഗത്തിൽ പ്രധാനമായും നടന്നത്. അതിനുശേഷം അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ, ദേശീയ സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഉച്ചയ്ക്ക് മുൻപായി നടന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ആ ഒരു ചർച്ചകളിലാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് അവലോകനം അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളിലേക്ക് കടക്കുക. ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ നിന്നും എളമരം കരീം അടക്കം 3 അംഗങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. ജില്ലാ സംസ്ഥാന തലത്തിൽ നടന്ന നേതൃയോഗങ്ങളിൽ കടുത്ത വിമർശനം നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. സമാനമായ വിമർശനം ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഉയർന്നു വരും എന്ന സൂചന തന്നെയാണ് നേതാക്കളിൽ നിന്നും ലഭിക്കുന്നത്. കാരണം സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കളോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ അവർ കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. തുടർഭരണം ഇത്തവണ ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന ഘടകം സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും അത് അവസാന നിമിഷം, എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഘട്ടത്തിൽ കനത്ത തോൽവി, ചരിത്രത്തിൽ തന്നെ ഏറ്റവും കനത്ത തോൽവികളിലൊന്ന് സംസ്ഥാനത്ത് ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ കാര്യകാരണങ്ങളിലേക്ക് ഗൗരവത്തോടെ കടക്കുകയും പരിഹാര നിർദ്ദേശങ്ങൾ ഈ ഒരു യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്യും. എന്തെല്ലാം വിമർശനങ്ങളാണ് ബന്ധപ്പെട്ട് കാര്യക്ഷമമായി തന്നെ ചർച്ചകൾ ഇന്ന് നടക്കുമെന്നുള്ളതാണ് CPM കേന്ദ്ര കമ്മിറ്റിയിൽ. എന്തായാലും മുൻ മുഖ്യമന്ത്രിക്കെതിരെ, പാർട്ടി സെക്രട്ടറിക്കെതിരെ, ജില്ലാ ഘടകങ്ങൾക്കെതിരെ, മന്ത്രിമാർക്കെതിരെ ഒക്കെയും രൂക്ഷ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.